നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ KTU BTech സിലബസിലെ ബിഗ് ഡേറ്റ അനലിറ്റിക്സ് എന്ന വിഷയത്തിലെ ആദ്യത്തെ മൊഡ്യൂളിനെക്കുറിച്ചാണ്. നമ്മുടെ ലക്ഷ്യം വളരെ സിമ്പിളാണ്. ഈ തിയറിയൊക്കെ കാണാതെ പഠിക്കുന്നതിന് പകരം എന്താണ് ഈ ബിഗ് ഡേറ്റ, ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ ഇത് നിങ്ങളുടെ ഭാവിയെ എങ്ങനെയാണ് മാറ്റാൻ പോകുന്നതൊക്കെ നമുക്ക് സംസാരിച്ച് മനസ്സിലാക്കാം. വളരെ ശരിയാണ്. ഈയൊരു ചർച്ച കഴിയുമ്പോഴേക്കും വെറുതെ കുറച്ച് ഡെഫിനിഷനുകൾ എന്നതിലുപരി ബിഗ് ഡേറ്റ ചിന്തിക്കുന്നതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് നെറ്റ്ഫ്ലിക്സ് നിങ്ങൾക്ക് അടുത്ത സിനിമ റെക്കമെൻഡ് ചെയ്യുന്നത് മുതൽ ഗൂഗിൾ മാപ്പ് ട്രാഫിക് പ്രവചിക്കുന്നതുവരെ ഇതിന്റെ ഒക്കെ പിന്നിലെ ആ ഒരു മാജിക് എന്താണെന്ന് നമുക്ക് പൊളിച്ചെടുക്കാം. ആ തുടക്കം എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് ഏറ്റവും ലളിതമായ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? എന്താണ് ഈ ബിഗ് ഡേറ്റ? പേര് കേൾക്കുമ്പോൾ തോന്നുന്ന പോലെ ഒരുപാടുള്ള ഡേറ്റ അത്രയുള്ളോ, അതോ അതിനപ്പുറം കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അതൊരു നല്ല ചോദ്യമാണ്. ബിഗ് ഡേറ്റ എന്നത് ശരിക്കും സൈസ് മാത്രമല്ല, അതൊരു സ്വഭാവമാണ്. ഇപ്പോ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ടൂളുകളില്ലേ, ഒരു സാധാരണ ഡേറ്റാബേസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു എക്സൽ ഷീറ്റ്. കോളേജിൽ ഉപയോഗിക്കുന്നതൊക്കെ. അതെ, അതിനൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അത്രയും സങ്കീർണമായ ഡേറ്റയാണ് നമ്മൾ ബിഗ് ഡേറ്റ എന്ന് വിളിക്കുന്നത്. അതിന്റെ വലിപ്പം മാത്രമല്ല, അതിന്റെ വേഗതയും വൈവിധ്യവുമാണ് അതിനെ ശരിക്കും ബിഗ് ആക്കുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണ ഡേറ്റയും ഈ ബിഗ് ഡേറ്റയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാമോ? ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റിന് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒന്ന്. തീർച്ചയായും. ഇപ്പോ നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു 60 കുട്ടികളുടെ പേര്, റോൾ നമ്പർ, മാർക്ക് ഇതൊക്കെയുള്ള ഒരു എക്സൽ ഷീറ്റ് ഓർത്തു നോക്കൂ. അതാണ് സാധാരണ ഡേറ്റ. ശരി. അതിന് കൃത്യമായൊരു ഘടനയുണ്ട്. നമുക്ക് എളുപ്പത്തിൽ സോർട്ട് ചെയ്യാം, ഫിൽട്ടർ ചെയ്യാം. ഇതിനെയാണ് നമ്മൾ സ്ട്രക്ചേർഡ് ഡേറ്റ എന്ന് പറയുന്നത്. സിമ്പിളാണ്, മനസ്സിലായി. ഇനി നേരെ യൂട്യൂബിലേക്ക് വന്നാലോ. ഓരോ മിനിറ്റിലും 500 മണിക്കൂറിൽ കൂടുതൽ വീഡിയോകളാണ് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നായി അപ്ലോഡ് ചെയ്യുന്നത്. 500 മണിക്കൂറോ ഓരോ മിനിറ്റിലും? അതെ. അതോടൊപ്പം വരുന്ന കോടിക്കണക്കിന് ലൈക്കുകൾ, കമന്റുകൾ, ഷെയറുകൾ. ഇതിൽ വീഡിയോ ഉണ്ട്, ഓഡിയോ ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്. ഇതിനൊന്നും ഒരു പ്രത്യേക ഘടനയില്ല. ഇതാണ് അൺസ്ട്രക്ചേർഡ് ഡേറ്റ. ഈ ഭീമാകാരമായ പല രൂപത്തിലുള്ള അതിവേഗത്തിൽ വരുന്ന ഡേറ്റയുടെ പ്രവാഹമാണ് ബിഗ് ഡേറ്റ. ഇത് ഒരു എക്സൽ ഷീറ്റിൽ കൈകാര്യം ചെയ്യുന്നത് ചിന്തിക്കാനും പോലും പറ്റില്ല. അപ്പോൾ യൂട്യൂബിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു സംശയം. ഈ വരുന്ന കോടിക്കണക്കിന് വീഡിയോകളും കമന്റുകളും ഒന്നും ഒരു സിംഗിൾ സൂപ്പർ കമ്പ്യൂട്ടറിൽ വെക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഇതിനെ താങ്ങി നിർത്തുന്ന ഒരു ബാക്ക്-എൻഡ് സിസ്റ്റം? അതിനൊരു പ്രത്യേക രീതി ഉണ്ടാവില്ലേ? കറക്റ്റ്. വളരെ പ്രസക്തമായ ചോദ്യമാണ്. അവിടെയാണ് ബിഗ് ഡേറ്റ ആർക്കിടെക്ചർ എന്ന ആശയം വരുന്നത്. ഒരു വലിയ കെട്ടിടം പണിയാൻ നമുക്കൊരു ബ്ലൂ പ്രിന്റ് വേണ്ടേ? വേണം. അതുപോലെ ഇത്രയും വലിയ ഡേറ്റയെ ശേഖരിക്കാനും പ്രോസസ് ചെയ്യാനും അനലൈസ് ചെയ്യാനും വേണ്ട എല്ലാ സിസ്റ്റങ്ങളും ചേർന്ന ഒരു ബ്ലൂ പ്രിന്റാണ് ഈ ആർക്കിടെക്ചർ. ഇതിന്റെ ഒരു ഹൃദയം എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റമാണ്. അതായത് ഒരു വലിയ ജോലി ഒറ്റയ്ക്ക് ചെയ്യുന്നതിന് പകരം ആയിരക്കണക്കിന് സാധാരണ കമ്പ്യൂട്ടറുകൾക്ക് ആ ജോലി വീതിച്ചു കൊടുക്കുന്നു. ഓ, അപ്പോൾ ഈ ആർക്കിടെക്ചർ ഒരു പ്ലാൻ ആണെങ്കിൽ അത് പണിയാൻ ഉപയോഗിക്കുന്ന യഥാർത്ഥ ടൂൾസ് ഏതൊക്കെയാണ്? സോഫ്റ്റ്വെയറിന്റെ ലോകത്ത് ഇതിനെന്താ പറയുക? നല്ല ചോദ്യം. ആ ടൂൾസിനെയാണ് നമ്മൾ ബിഗ് ഡേറ്റ പ്ലാറ്റ്ഫോമുകൾ എന്ന് വിളിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് അപ്പാച്ചെ ഹഡൂപ്പ്. ഹഡൂപ്പ് ചെയ്യുന്നത് വളരെ സിമ്പിളായ ഒരു കാര്യമാണ്. അതെന്താണ്? ഒരു 1000 പേജുള്ള പുസ്തകം ഒരാളെക്കൊണ്ട് മുഴുവൻ വായിപ്പിക്കുന്നതിന് പകരം ആ പുസ്തകത്തെ ഓരോ പേജായി കീറി 1000 പേർക്ക് കൊടുക്കുന്നുവെന്ന് വെക്കുക. എല്ലാവരും ഒരേ സമയം ഓരോ പേജ് വായിക്കുന്നു. അപ്പോൾ ജോലി എത്ര പെട്ടെന്ന് തീരും? ഹോ, അതൊരു നല്ല താരതമ്യമാണല്ലോ. ഇതേ തന്ത്രമാണ് ഹഡൂപ്പ് ഉപയോഗിക്കുന്നത്. വലിയ ഡേറ്റയെ ചെറിയ ഭാഗങ്ങളാക്കി ഒരുപാട് കമ്പ്യൂട്ടറുകളിലായി വിതരണം ചെയ്ത് സമാന്തരമായി, അതായത് പാരലലായിട്ട് പ്രോസസ് ചെയ്യുന്നു. കൊള്ളാം. പക്ഷേ ഈ 1000 പേർ വായിച്ച ഭാഗങ്ങൾ അവസാനം ഒരുമിപ്പിച്ച് അതിന്റെ ആശയം കണ്ടെത്തണമല്ലോ. അതിന് വല്ല വഴിയുണ്ടോ? പ്രോഗ്രാമിംഗ് മോഡലാണ് ഈ ജോലി ചെയ്യുന്നത്. മാപ്പ് ഫേസിൽ ഡേറ്റയെ വിഭജിച്ച് ഓരോ കമ്പ്യൂട്ടറിനും ഓരോ ടാസ്ക് കൊടുക്കുന്നു. റെഡ്യൂസ് ഫേസിലോ ഈ കമ്പ്യൂട്ടറുകളെല്ലാം ചെയ്ത ജോലിയുടെ റിസൾട്ട് ഒരുമിപ്പിച്ച് ഫൈനൽ ആൻസർ കണ്ടെത്തുന്നു. ഈയൊരു വിഭജിച്ചു ഭരിക്കുന്ന രീതിയാണ് ഹഡൂപ്പിനെ ഇത്ര പവർഫുൾ ആക്കുന്നത്. ഇതിന്റെ ഒരു കുറച്ചും കൂടി അഡ്വാൻസ്ഡ് വേർഷനാണ് അപ്പാച്ചെ സ്പാർക്ക്.
അത് റാമിൽ ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്നതുകൊണ്ട് ഹഡൂപ്പിനേക്കാൾ പല മടങ്ങ് വേഗത കിട്ടും. ഓക്കെ, അപ്പോൾ ഡേറ്റയുടെ വലിപ്പവും അതിനെ കൈകാര്യം ചെയ്യാനുള്ള വഴികളും നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഡേറ്റയുടെ സ്വഭാവത്തിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ കടക്കാം. സിലബസിലെ നേച്ചർ ഓഫ് ഡേറ്റ, അത് നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രക്ചേർഡ് അൺസ്ട്രക്ചേർഡ് എന്നതിനപ്പുറം വല്ലതുമുണ്ടോ? അതെ, ഉണ്ട്. അവിടെ നമ്മൾ 3 തരം തിരിവുകളാണ് പ്രധാനമായും പഠിക്കേണ്ടത്. ഇത് പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഒന്ന്, സ്ട്രക്ചേർഡ് ഡേറ്റ. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സൽ ഷീറ്റ് പോലെ റോകളും കോളങ്ങളുമുള്ള കൃത്യമായ ഘടനയുള്ള ഡേറ്റ. ശരി. 2, അൺസ്ട്രക്ചേർഡ് ഡേറ്റ. യൂട്യൂബ് വീഡിയോ, ഫേസ്ബുക്ക് പോസ്റ്റുകൾ, ഫോട്ടോകൾ, ഓഡിയോ ഫയലുകൾ, അങ്ങനെ ഒരു പ്രത്യേക ഘടനയുമില്ലാത്ത ഡേറ്റ. ഇന്ന് ലോകത്തുള്ള ഡേറ്റയുടെ ഒരു 80% ഇതാണ്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തേതോ? ഇവയുടെ രണ്ടിന്റെയും ഇടയിൽ വരുന്ന ഒന്നാണ് മൂന്നാമത്തേത്, സെമി സ്ട്രക്ചേർഡ് ഡേറ്റ. ഇതിനൊരു ടേബിളിന്റെ അത്ര കൃത്യമായ ഘടനയില്ല, എന്നാലും ഡേറ്റയെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ടാഗുകളോ മാർക്കറുകളോ ഉണ്ടാകും. ഉദാഹരണത്തിന് ഒരു ഇമെയിൽ, അതിൽ ടു, ഫ്രം, സബ്ജക്റ്റ് എന്നൊക്കെയുള്ള ടാഗുകളില്ലേ, അതുപോലെ XML, JSON ഫയലുകളും ഇതിന് ഉദാഹരണമാണ്. മനസ്സിലായി. അപ്പോൾ ഈ പലതരം ഡേറ്റയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? അതിനുള്ള പ്രോസസ്സുകളും ടൂൾസും, അനാലിറ്റിക് പ്രോസസ്സസ് ആൻഡ് ടൂൾസ് ഏതൊക്കെയാണ്? അവിടെയാണ് ഡേറ്റ മൈനിംഗ്, മെഷീൻ ലേണിംഗ്, പ്രെഡിക്റ്റീവ് അനാലിസിസ് പോലുള്ള ടെക്നിക്കുകൾ വരുന്നത്. ഡേറ്റ മൈനിംഗ് എന്നുവെച്ചാൽ ഒരു സ്വർണ്ണഖനിയിൽ നിന്ന് സ്വർണം കുഴിച്ചെടുക്കുന്നത് പോലെ ഡേറ്റയുടെ കൂമ്പാരത്തിൽ നിന്ന് വിലപ്പെട്ട പാറ്റേണുകൾ കണ്ടെത്തുന്നു. മെഷീൻ ലേണിംഗ് ആകട്ടെ ഈ ഡേറ്റ ഉപയോഗിച്ച് കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളെ സ്വയം പഠിക്കാൻ ട്രെയിൻ ചെയ്യിക്കുന്നു. ഇതിനായി പൈത്തൺ, ആർ പോലുള്ള പ്രോഗ്രാമിംഗ് ഭാഷകളാണ് ഇന്ന് കൂടുതലായി ഉപയോഗിക്കുന്നത്. പിന്നെ ഈ കിട്ടിയ റിസൾട്ടുകളില്ലേ, അതിനെ മനുഷ്യർക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഗ്രാഫുകളും ചാർട്ടുകളുമാക്കാൻ ടാബ്ലോ, പവർ BI പോലുള്ള വിഷ്വലൈസേഷൻ ടൂളുകളും ഉപയോഗിക്കും. കൊള്ളാം. ഇനി നമുക്ക് ഈ മൊഡ്യൂളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്ന ഒന്ന്, 5 V's ഓഫ് ബിഗ് ഡേറ്റ. ബിഗ് ഡേറ്റയെ നിർവചിക്കുന്ന 5 തൂണുകൾ എന്ന് പറയാമല്ലേ? നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. തീർച്ചയായും. ഇത് ബിഗ് ഡേറ്റയുടെ 5 മുഖങ്ങളാണെന്ന് പറയാം. ഒന്നാമത്തേത് വോള്യം, വ്യാപ്തി. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഡേറ്റയുടെ ഭീമമായ അളവ്. ഒരു പെറ്റാബൈറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 13 വർഷം നിർത്താതെ റെക്കോർഡ് ചെയ്യുന്ന ഒരു ഹൈ ഡെഫിനിഷൻ വീഡിയോക്ക് തുല്യമാണ്. 13 വർഷത്തെ HD വീഡിയോ, അത് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. അത്രയും ഡേറ്റയാണ് ഒരു ദിവസം ഗൂഗിൾ പോലുള്ള കമ്പനികൾ പ്രോസസ് ചെയ്യുന്നത്. അതാണ് വോള്യം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ വി വെലോസിറ്റി ആണല്ലോ. അതെ, വെലോസിറ്റി, വേഗത. ഡേറ്റ ഉണ്ടാകുന്നതിന്റെയും അതിനെ പ്രോസസ് ചെയ്യേണ്ടതിന്റെയും അതിവേഗത. ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിലെ ഫെസ്റ്റിവൽ സെയിൽ ഓർത്താൽ മതി. ഓരോ സെക്കൻഡിലും ആയിരക്കണക്കിന് ഓർഡറുകൾ വരുന്നു. ശരിയാണ്. ആ ഡേറ്റയെ അപ്പോൾ തന്നെ അനലൈസ് ചെയ്ത് സ്റ്റോക്ക് തീർന്നാൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് കാണിക്കണം. അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലെ തത്സമയ വിലമാറ്റം. ആ വേഗതയാണ് വെലോസിറ്റി. അടുത്തത് വെറൈറ്റി, വൈവിധ്യം. ഇത് നമ്മൾ നേരത്തെ സംസാരിച്ച ഡേറ്റയുടെ പലതരം രൂപങ്ങളെക്കുറിച്ചല്ലേ? കറക്റ്റ്. സ്ട്രക്ചേർഡായ സെയിൽസ് ഡേറ്റ, സെമി സ്ട്രക്ചേർഡായ ലോഗ് ഫയലുകൾ, അൺസ്ട്രക്ചേർഡായ സോഷ്യൽ മീഡിയ കമന്റുകൾ, വീഡിയോകൾ, ഇങ്ങനെ പല രൂപത്തിലും ഭാവത്തിലുമുള്ള ഡേറ്റയെ ഒരുമിച്ച് കൈകാര്യം ചെയ്യേണ്ടി വരുന്നതിനെയാണ് വെറൈറ്റി എന്ന് പറയുന്നത്. ഇനി നാലാമത്തത് വെരാസിറ്റി, വിശ്വാസ്യത. ഇത് അല്പം കൗതുകമുള്ള വാക്കാണല്ലോ. വെറാസിറ്റി ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത് ഡേറ്റയുടെ കൃത്യതയും വിശ്വാസ്യതയുമാണ്. നമ്മൾ ശേഖരിക്കുന്ന എല്ലാ ഡേറ്റയും 100% ശരിയായിരിക്കണം എന്നില്ല. അതിൽ തെറ്റുകൾ, അവ്യക്തതകൾ, അപൂർണമായ വിവരങ്ങളൊക്കെ ഉണ്ടാകാം. ഒരു ഓൺലൈൻ ഫോമിൽ ആളുകൾ പേര് പല രീതിയിൽ ടൈപ്പ് ചെയ്യാം, ചിലപ്പോൾ തെറ്റായ ഫോൺ നമ്പർ കൊടുക്കാം. ഒരു മിനിറ്റ്, അപ്പോ നിങ്ങൾ പറയുന്നത് നമ്മൾ ശേഖരിക്കുന്ന ഡേറ്റയിൽ തെറ്റുകൾ ഉണ്ടാകാമെന്നാണോ? അങ്ങനെയാണെങ്കിൽ തെറ്റായ ഡേറ്റയെ ബേസ് ചെയ്ത് അനലൈസ് ചെയ്താൽ കിട്ടുന്ന ഉത്തരങ്ങളും തെറ്റാവില്ലേ? പിന്നെ എങ്ങനെ ഈ ബിഗ് ഡേറ്റയെ വിശ്വസിക്കാൻ പറ്റും? അതൊരു നിർണായകമായ ചോദ്യമാണ്. അതുകൊണ്ടാണ് വെറാസിറ്റി ഒരു വെല്ലുവിളിയാകുന്നത്. നമ്മൾ 100% ശുദ്ധമായ ഡേറ്റ പ്രതീക്ഷിക്കുന്നില്ല. പകരം ഡേറ്റയിലെ ഈ നോയ്സ് അല്ലെങ്കിൽ അവ്യക്തതയെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടായിരിക്കണം. ഡേറ്റ ക്ലെൻസിംഗ് പോലുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ച് ഈ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കും. എന്നിട്ട് നമ്മുടെ ഡേറ്റ 85% കൃത്യമാണ് എന്ന ബോധ്യത്തോടെയായിരിക്കും നമ്മൾ അനാലിസിസ് നടത്തുക.
ആ ഒരു അനിശ്ചിതത്വം കൂടി കണക്കിലെടുത്താണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. മനസ്സിലായി. അപ്പോ അവസാനത്തെ വിയിലേക്ക് വരാം. വാല്യൂ, മൂല്യം. ഇതായിരിക്കുമല്ലോ ഈ കളിയുടെ എല്ലാം അവസാനം. കോടിക്കണക്കിന് രൂപയും സമയവും ചെലവാക്കി ഈ ഡേറ്റയൊക്കെ ശേഖരിച്ച് വിശകലനം ചെയ്യുന്നതുകൊണ്ട് എന്ത് പ്രയോജനം? അവിടെയാണ് മൂല്യം വരുന്നത്. വിൽപ്പന കൂട്ടുക എന്നതിനപ്പുറം ഒരു കസ്റ്റമർ അടുത്തതായി എന്ത് വാങ്ങാൻ സാധ്യതയുണ്ടെന്ന് അവർ ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ പ്രവചിക്കാൻ കഴിയുന്നതിലാണ് യഥാർത്ഥ മൂല്യം. നിങ്ങൾ ആമസോണിൽ ഒരു ഫോൺ വാങ്ങുമ്പോൾ ഇത് വാങ്ങിയവർ ഈ കവറും ഹെഡ്ഫോണും വാങ്ങിയിട്ടുണ്ട് എന്ന് കാണിക്കുന്നില്ലേ? ഉണ്ട്. അത് ഈ ഡേറ്റ അനാലിസിസിന്റെ ഫലമാണ്. ഡേറ്റയിൽ നിന്ന് ഉപഭോക്താവിന്റെ മനസ്സ് വായിക്കാൻ ശ്രമിക്കുകയാണ് അവർ. അതാണ് മൂല്യം. അപ്പോ വോളിയം, വെലോസിറ്റി, വെറൈറ്റി, വെറാസിറ്റി, വാല്യൂ. ഈ 5 വികളും ചേരുമ്പോഴാണ് ബിഗ് ഡേറ്റയുടെ ചിത്രം പൂർത്തിയാകുന്നത്. ഇനി നമുക്ക് അവസാന ഭാഗത്തേക്ക് കടക്കാം. ഇതൊക്കെ ഉപയോഗിച്ച് ഒരു ബിഗ് ഡേറ്റ പ്രോജക്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്? സിലബസിലെ ബിഗ് ഡേറ്റ അനലിറ്റിക്സ് ലൈഫ് സൈക്കിൾ എന്ന ഭാഗം ഇതിനെക്കുറിച്ചാണെന്ന് തോന്നുന്നു. അതെ, ഒരു വീട് പണിയുന്നതിന് തറയിടുന്നത് മുതൽ പെയിന്റ് അടിക്കുന്നത് വരെ പല ഘട്ടങ്ങളുണ്ടല്ലോ. അതുപോലെ ഒരു ബിഗ് ഡേറ്റ പ്രോജക്റ്റിനും കൃത്യമായ ഒരു ലൈഫ് സൈക്കിളുണ്ട്. ഇത് വെറുതെ ഒരു ലിസ്റ്റ് പോലെ പഠിക്കുന്നതിനു പകരം നമുക്കൊരു ഉദാഹരണത്തിലൂടെ പോകാം. ഒരു ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്പാണെന്ന് വിചാരിക്കുക. കൊള്ളാം, അത് എളുപ്പത്തിൽ മനസ്സിലാവും. ഒന്നാം ഘട്ടം ബിസിനസ് കേസ് ഇവാലുവേഷൻ. എന്താണ് നമ്മുടെ ബിസിനസ് പ്രശ്നം? കസ്റ്റമേഴ്സ് ഓർഡർ ചെയ്ത് കുറച്ചു കഴിഞ്ഞ് അത് ക്യാൻസൽ ചെയ്യുന്നതിന്റെ എണ്ണം കൂടുന്നു. എന്തുകൊണ്ട്? ഇതാണ് പ്രശ്നം. ഓക്കെ. രണ്ടാം ഘട്ടം ഡേറ്റ ഐഡന്റിഫിക്കേഷൻ. ഈ പ്രശ്നം പഠിക്കാൻ എന്ത് ഡേറ്റ വേണം? കഴിഞ്ഞ ഒരു വർഷത്തെ എല്ലാ ഓർഡറുകളുടെയും ഡേറ്റ, ഡെലിവറി ടൈം, റെസ്റ്റോറന്റ് ഓർഡർ തയ്യാറാക്കാനെടുക്കുന്ന സമയം, കസ്റ്റമർ ഫീഡ്ബാക്ക്, ലൊക്കേഷൻ ഡേറ്റ, ഇതൊക്കെ വേണം. ശരി. അപ്പോൾ ഈ ഡേറ്റയൊക്കെ നമ്മൾ ശേഖരിക്കും. അതെ, അതാണ് മൂന്നാം ഘട്ടം, ഡേറ്റ അക്വിസിഷൻ ആൻഡ് ഫിൽറ്ററിംഗ്. ഈ ഡേറ്റയെല്ലാം പല സിസ്റ്റങ്ങളിൽ നിന്നായി ശേഖരിക്കുന്നു. ഇതിൽ ആവശ്യമില്ലാത്ത ഡേറ്റയെ, അതായത് നോയിസ്, ഒഴിവാക്കുന്നു. നാലാം ഘട്ടം ഡേറ്റ എക്സ്ട്രാക്ഷൻ. കസ്റ്റമർ ഫീഡ്ബാക്ക് പോലെയുള്ള അൺസ്ട്രക്ചേർഡ് ഡേറ്റയിൽ നിന്ന് ലേറ്റ് ഡെലിവറി, കോൾഡ് ഫുഡ് പോലുള്ള പ്രധാന വാക്കുകളെ വേർതിരിച്ചെടുക്കുന്നു. 5ഉം 6ഉം ഘട്ടങ്ങൾ ഡേറ്റ വാലിഡേഷൻ ആൻഡ് ക്ലെൻസിംഗ്, പിന്നെ ഡേറ്റ ആഗ്രിഗേഷൻ ആൻഡ് റെപ്രസെന്റേഷൻ. ഡേറ്റയിലെ തെറ്റുകൾ തിരുത്തുന്നു. പലയിടത്തു നിന്നുള്ള ഡേറ്റയെല്ലാം ഒരുമിപ്പിച്ച് അനാലിസിസിന് തയ്യാറാകുന്ന ഒരു ഫോമാറ്റിലേക്ക് മാറ്റുന്നു. ഓക്കെ. ഇപ്പോൾ ഡേറ്റ വിശകലനത്തിന് റെഡിയായി. ഈ ഘട്ടങ്ങൾക്ക് ശേഷമാണോ യഥാർത്ഥ അനാലിസിസ് നടക്കുന്നത്? സിലബസിലെ ഇന്റലിജന്റ് ഡേറ്റ അനാലിസിസ് ഇവിടെയാണോ വരുന്നത്? ഡേറ്റയിലേക്ക് നമ്മൾ മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങൾ പ്രയോഗിക്കുന്നു. അപ്പോ മനുഷ്യസഹായമില്ലാതെ തന്നെ സിസ്റ്റം ഈ ഡേറ്റയിലെ പാറ്റേണുകൾ കണ്ടെത്താൻ തുടങ്ങും. ഉദാഹരണത്തിന്, മഴയുള്ള ദിവസങ്ങളിൽ 5 കിലോമീറ്ററിൽ കൂടുതൽ ദൂരമുള്ള ഓർഡറുകൾ ട്രാഫിക് കൂടുതലുള്ള സമയത്ത് ഓർഡർ ചെയ്യുമ്പോൾ ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യത 40% കൂടുതലാണ് എന്നൊരു പാറ്റേൺ സിസ്റ്റം കണ്ടെത്തിയേക്കാം. ഇതാണ് ഇന്റലിജന്റ് ഡേറ്റ അനാലിസിസ്. ഒരു മനുഷ്യന് ഒരുപക്ഷേ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ചു നോക്കി ഈ ബന്ധം കണ്ടെത്താൻ കഴിഞ്ഞെന്നു വരില്ല. കൊള്ളാം. അവസാനം ഈ കണ്ടെത്തലിനെ അടിസ്ഥാനമാക്കി ആ കമ്പനിക്കൊരു തീരുമാനമെടുക്കാം. ഉദാഹരണത്തിന്, മഴയുള്ളപ്പോൾ ദൂരെയുള്ള ഓർഡറുകൾക്ക് കൂടുതൽ ഡെലിവറി സമയം കാണിക്കുക. വളരെ വ്യക്തമായി. ഒരു യഥാർത്ഥ പ്രശ്നത്തിലൂടെ കടന്നുപോയപ്പോൾ ഈ ലൈഫ് സൈക്കിൾ മുഴുവനും മനസ്സിലായി. അപ്പോൾ ബിഗ് ഡേറ്റയുടെ അടിസ്ഥാന തത്വങ്ങളടങ്ങിയ ആദ്യ മൊഡ്യൂളിലെ പ്രധാന ഭാഗങ്ങളെല്ലാം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. അതെ. ഇന്നത്തെ ചർച്ചയിൽ നിന്ന് പരീക്ഷയ്ക്കു വേണ്ടി നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഇവയാണ്. ഒന്നാമതായി, ബിഗ് ഡേറ്റയെ നിർവചിക്കുന്ന 5 വികൾ: വോളിയം, വെലോസിറ്റി, വെറൈറ്റി, വെറാസിറ്റി, വാല്യൂ ഉദാഹരണങ്ങൾ സഹിതം വിശദീകരിക്കാൻ പഠിക്കുക. രണ്ടാമതായി, ഹഡൂപ്പ്, സ്പാർക്ക് പോലുള്ള പ്ലാറ്റ്ഫോമുകളുടെ അടിസ്ഥാന തത്വം പാരലൽ പ്രോസസ്സിംഗ് ആണ്. മൂന്നാമതായി, സ്ട്രക്ചേർഡ്, സെമി സ്ട്രക്ചേർഡ്, അൺസ്ട്രക്ചേർഡ് ഡേറ്റ തമ്മിലുള്ള വ്യത്യാസം. അവസാനമായി, ഒരു ബിഗ് ഡേറ്റ പ്രോജക്റ്റിന് വ്യക്തമായ ഒരു ജീവിത ചക്രമുണ്ട്. അതൊരു പ്രശ്നം പരിഹരിക്കാനുള്ള പ്രായോഗികമായ വഴിയാണ്. ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുൻപ് കേൾക്കുന്നവർക്ക് ചിന്തിക്കാനൊരു ചോദ്യം തരാം. ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ
നിങ്ങളുടെ പഠന മേഖലയിൽ അത് മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് ഏതുമാകട്ടെ, ബിഗ് ഡേറ്റ അനാലിറ്റിക്സ് ഉപയോഗിച്ച് പരിഹരിക്കാൻ കഴിയുന്ന ഒരു യഥാർത്ഥ പ്രശ്നത്തെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ. ഒരു ഫാക്ടറിയിലെ മെഷീനുകളിൽ നിന്നുള്ള സെൻസർ ഡേറ്റ അനലൈസ് ചെയ്ത് അതെപ്പോൾ കേടാകുമെന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റുമോ? ഒരു കെട്ടിടത്തിന്റെ ഊർജ്ജോപയോഗത്തിന്റെ ഡേറ്റ വിശകലനം ചെയ്ത് വൈദ്യുതി ലാഭിക്കാൻ പുതിയ വഴികൾ കണ്ടെത്താൻ സാധിക്കുമോ? ഈ ചോദ്യം നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. നിങ്ങളുടെ എഞ്ചിനീയറിംഗ് കരിയറിന്റെ ഭാവി ഒരുപക്ഷേ ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലായിരിക്കാം.